ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കോളേജിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അതാണ് സൗണ്ട്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കോളേജിലെത്തി. ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. BCൻ്റെ പ്രാക്ടീസാണ്. നല്ല സ്ഥലം. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾ പ്രാക്ടീസിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്ത് എക്സ്പ്രഷൻ ഉണ്ട് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ നല്ല ലേറ്റായിട്ട് ലാസ്റ്റ് കേൾക്കണം. എന്താണ്ട് ഇന്ന് ബാക്കിയുള്ളവരൊക്കെ പോയി. ഇപ്പം എത്ര മണി? 12:30 ഞങ്ങളും ഇനി അസംബ്ലിക്ക് ഇറങ്ങാൻ പോവാണ്. വേർത്ത് കുളിച്ച് എല്ലാവരും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ വന്നു. ഹോട്ടലിൻ്റെ പേര് എനിക്കറിയില്ല. ഗ്രീൻ പാലസ്. നമ്മൾ ഹാഫ് മന്തിയാണ് പറഞ്ഞത്. കഴിക്കട്ടെ. നിസ്വേനെ കാണിച്ചില്ല. നിസ്വേനെ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒപ്പന കളിക്കുന്ന ഫുൾ പ്രാക്ടീസിലായിരുന്നു. ഞാൻ എടുക്കും. എന്താ ഡീസൽ? ക്യാമറ പറഞ്ഞ ഡീസലാണ്. 2 മണിയാവും എത്താൻ. 2:30 ആവും. ഞാൻ പറയട്ടെ, പോകുമ്പോൾ നമുക്ക് ചെരുപ്പ് മാച്ച് അവിടെ കൊടുക്കാം. ഡ്രസ്സ് ഇട്ട് എനിക്ക് ആപ്പിൾ ജ്യൂസോ? ആപ്പിളല്ലേ? മഞ്ഞ കളർ. ഞങ്ങളെന്തായാലും ഡിസൈൻ ഇറങ്ങാൻ പോവാം. നമ്മളെ വാച്ച് നോക്കാൻ കയറിയതാണ്. മിസ്സൊന്നും പറഞ്ഞില്ല. ശീതല എൻ്റെ കാലിൽ പോയി. അയ്യോ, അമ്മേൻ്റെ 2 വാച്ചും ബാറ്ററി കാണുന്നു. ഏതാ ബാക്ക്ഗ്രൗണ്ട്? ഞങ്ങളിപ്പം SMൽ ഒരു ഷോപ്പിലാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല. പിന്നെ വേറെ കടയിൽ കയറേണ്ടി വരും മിക്കവാറും. പിന്നെ വാച്ച് നന്നാക്കിച്ചു. പിന്നെ ചെരുപ്പ് അതേപോലെ തന്നെ എൻ്റെ ഒരു ഹീലിൻ്റെ അടിഭാഗം റെഡിയാക്കാണ്ടായിരുന്നു. പക്ഷെ അതും അവർക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അതിപ്പോൾ റെഡിയാക്കാൻ കഴിയില്ല. നോക്കട്ടെ. ഇത് ആർക്കറിയാം. ഇഷ്ടമായി കാണിക്കും. നിൻ്റെ ഒന്ന് പൊക്കി കാണിക്കും. അത് വാങ്ങിക്കൊന്നുമില്ല. ഞാൻ വെറുതെ ഇട്ടു. പക്ഷെ ഇനിയിപ്പോൾ ഇട്ടിട്ട് ഇഷ്ടമായ പ്രശ്നമാണ്. ഞാനൊന്ന് ഓൾറെഡി കണ്ടുവെച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ ഓൺലൈനിൽ. നല്ല കോലയുണ്ട് സംസ്കൃതിയുടെ തെങ്ങിത്തിരിഞ്ഞ്. അവിടെ നിന്നൊരു ടോപ്പ് വാങ്ങിച്ചു. അതേപോലെ ഒരു സ്കേർട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. മുഖമൊക്കെ കൂടി നേരത്തെ പിണ്ടി വേണ്ട. വീട്ടിലെത്തി. ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ സവാനയിലൊരു ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സല്ല, ഒരു ടോപ്പ്. ഞാനപ്പോൾ അതന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് 3 പേർക്കും റെഡായിട്ടുള്ള ഒരു ടോപ്പും ഒരു ബ്ലാക്ക് എന്തെങ്കിലും താഴെ ഇടാനായിട്ടാണ് ഞങ്ങൾ വിചാരിച്ച. ജീൻസോ സ്കേർട്ടോ അങ്ങനെ എന്തെങ്കിലുമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ജീൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു റെഡ് ടോപ്പ് ഞാൻ നോക്കി SMൽ. പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. ഞാൻ ഓൾറെഡി സവാനയിലൊന്ന് കണ്ടുവെച്ചുകൊണ്ടാണോ എനിക്കറിയില്ല, വേറെ ഒന്നും പിടിച്ചില്ല. പിന്നെ ഞാൻ വേറെ കുറച്ച് ബോഡിക്കോൺ ഡ്രസ്സ് പോലത്തെ ഒക്കെ നോക്കി. പക്ഷെ അതൊന്നും എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായില്ല. ഞാൻ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. ദിയ ഒരു ടോപ്പും അതേപോലെ തന്നെ സ്കേർട്ടും വാങ്ങിച്ചു. ഞാൻ പിന്നെ എൻ്റെ ഹീൽ ഇതാക്കാണ്ടായിരുന്നു, അത് ചെയ്തു. അതേപോലെ തന്നെ അമ്മേൻ്റെ 2 വാച്ച് ചെയ്തു. അല്ലാണ്ടൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു. പിന്നെ മൊത്തം ഭയങ്കര ക്ഷീണമുണ്ട്. രാവിലെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ സംസ്കൃതിയിൽ മൊത്തം തെണ്ടി തിരിഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് കാലം നല്ല വേദനയുണ്ട്. കളിക്കാണ്ട് പെട്ടെന്ന് കളിക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്. അതങ്ങനെയാണല്ലോ. മേലെ നീങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം കുറേ നാൾക്കും കൂടി ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണമായി.
അങ്ങനെ പോയി ഫ്രഷ് ആവാനും കാര്യങ്ങൾക്കൊക്കെ പോവാണ്. അപ്പം ഈ വ്ളോഗ് ഒരു എൻ്റർടൈനിങ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടില്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. സോ എന്താ പറയുക, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ സവാനേന്ന് ഓർഡർ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഞാൻ ഇതാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന് മുന്നേ ഇപ്പോൾ ഓർഡർ ചെയ്ത പരിപാടീൻ്റെ ആ സമയത്തേക്ക് വരും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനത്തെ എസ് എം കിട്ടുമോ, കുറച്ചും കൂടി റേറ്റ് കുറവിൽ കിട്ടുമോ എന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ എസ് എമ്മിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ തപ്പി എല്ലാ കടയിലൊന്നും കയറിയില്ല, ഒരു 4-5 കടയിൽ നോക്കി കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെയാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ദിയ ഓൾറെഡി പോയിട്ടോ. ഞാൻ ചെരുപ്പ് നന്നാക്കുന്ന സമയത്ത് ദിയയ്ക്ക് അവിടെ നിന്ന് എന്തോ ബസ്സുണ്ട്, അവളുടെ വീട്ടിലേക്ക് നേരെ ബസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളപ്പം കയറി. ഞാൻ പിന്നെ ചെരുപ്പ് പിന്നെ നന്നാക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചെരുപ്പ് നന്നാക്കി കഴിഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ബസ് കയറി. അപ്പം ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവൾക്ക് കുറച്ച് ദൂരെയാണ് അവളുടെ വീട്, അതുകൊണ്ട് അപ്പോൾ അവൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞത്, അപ്പം അതാണ് ദിയ അങ്ങനെ ബായ് പറയുന്നൊന്നും എടുക്കാൻ പറ്റില്ല. അവൾ പെട്ടെന്നാണ് പോയത്, അവൾക്ക് ആ ബസ് വന്ന് മറ്റവളങ്ങ് ഓടിപ്പോയതാണ്. അപ്പം അതുകൊണ്ടാണ് അവളൊന്നും പിന്നെ കാണിക്കാനൊന്നും പറ്റാത്തത്. അപ്പം പിന്നെ ലാസ്റ്റിലേക്ക് ഒരു ഹറി വേറിയായിരുന്നു. അപ്പം ഞാൻ കുറേ അപ്പം പറയുന്നുണ്ട്. എന്തായാലും ഈ വ്ളോഗ് ഞാൻ അവിടെ സെൻഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.